കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും കർത്താവിന് കൊടുക്കാം. എല്ലാ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മുഴുവൻ അനുഭവങ്ങളെയും രക്ഷാകരമാക്കി മാറ്റിത്തരണമേ എന്ന് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ നവീകരിക്കണമേ, സഹായിക്കണമേ, വഴി നടത്തണമേ എന്ന് ദാഹിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. ഈ ദിനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രവർത്തിക്കണമേ. പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്ത് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. കർത്താവായ ഈശോയുടെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ മേലും, ഞങ്ങളുടെ കുടുംബം മുഴുവൻ്റെ മേലും, ദേശം മുഴുവൻ്റെ മേലും, സകല മേഖലകളുടെ മേലും ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ സാത്താൻ്റെ പിടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിപ്പിക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്തിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനങ്ങൾക്കും ഞങ്ങളുടെ ജീവിതങ്ങൾക്കും ആത്മാവിന് ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും എല്ലാം അങ്ങനെ പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്തണമേ. ഹല്ലേലൂയ, യേശു ആരാധന. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, യേശു ആരാധന. ദൈവമേ നന്ദി പറയുന്ന കർത്താവേ, സ്തുതിക്കുന്നു. യേശു ആരാധന. ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 29-30 വചനം നാം ധ്യാനിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, സ്നാപക യോഹന്നാൻ ഈശോ വരുന്നതിന് മുമ്പ് വന്നിട്ട് ജനത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മറ്റൊന്നുമല്ല, ഈ വചനമാണ്. അതായത്, മനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. വൃക്ഷങ്ങളുടെ ചുവടിന് കൊടാല് വയ്ക്കപ്പെട്ടിരിക്കുന്നു. നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വചനത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വചനം ഉച്ചരിച്ചുകൊണ്ട് സ്നാപകനെ പറയുന്നുണ്ട്, മരുഭൂമി വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിന് വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലകളും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. അവിടെ വലിയ വചനമാണത്. അതായത്, കർത്താവിന് വഴിയൊരുക്കുവിൻ. നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് വരാൻ വേണ്ടി നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒരുക്കം നടത്തുക, ജീവിതം വിശുദ്ധീകരിക്കുക, നവീകരിക്കുക, പാപത്തോടും പാപ സാഹചര്യങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ വചനത്തിന് സമ്പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുങ്ങണം. ശരിക്കും നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. ഒരുക്കം ആവശ്യമാണ്. ഒരുക്കമില്ലാതെ ദൈവാനുഭവം കിട്ടത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ നിറവ് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കണം. ശത്രുക്കളോട് ക്ഷമിക്കണം, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം, എല്ലാവിധ പാപബന്ധങ്ങളും പാപക്കൂട്ടുകെട്ടുകളും ഉപേക്ഷിക്കണം. പാപബന്ധങ്ങളും പാപക്കൂട്ടുകെട്ടും, അത് വസ്തുക്കളോടോ വ്യക്തികളോടോ ഒക്കെയുള്ള കൂട്ടുകെട്ട്, പാപകരമായ കൂട്ടുകെട്ട്, ഇത് വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെട്ടു എന്ന് പറയാൻ പറ്റിയല്ല. മാനസാന്തരപ്പെട്ടു എന്ന് ഒരു വ്യക്തി ഏറ്റുപറയുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വിധ മേഖലകളിൽ മാറ്റം വന്നിട്ട് ക്രിസ്തുവുമായിട്ട്, ഈശോയുമായിട്ട് ആഴമുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കണം. അതാണ് ഹൃദയത്തിൻ്റെ ഒരുക്കം. സ്നാപക യോഹന്നാൻ പറയുക, നിങ്ങൾക്ക് ഈശോയെ സ്വന്തമാക്കണമെങ്കിൽ, ഇതാ രക്ഷകൻ വരുന്നു, അവനെ സ്വന്തമാക്കണമെങ്കിൽ, അവൻ നിങ്ങളുടെ എല്ലാമായി തീരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഒരുക്കം സംഭവിക്കണം, വിശുദ്ധീകരണം സംഭവിക്കണം. രണ്ടാമത് പറയുകയാണ്, അവൻ്റെ പാത നേരെയാക്കും. കർത്താവ് വരുന്ന വഴി അത് നേരെയാക്കുക, നേരെയാകട്ടെ. മൂന്നാമത് പറയുകയാണ്, താഴ്വരകൾ നികത്തപ്പെടും,
താഴ്വരകൾ നികത്തപ്പെടുന്നു, അടുത്ത കുന്നും മലകളും നിരത്തപ്പെടും. ശരിക്കും പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ കുന്നുകൾ, മനുഷ്യ മനസ്സിലുള്ള ചില കുന്നുകളുണ്ട്, ജ്ഞാനൻ്റെ ഭാവം, ഇതൊക്കെ നിരത്തപ്പെടും, എടുത്ത് മാറ്റക്കണം. കുഴികൾ അത് മൂടപ്പെടണം. എന്ന് വെച്ചാൽ പാപത്തിൻ്റെ കുഴികൾ, ചില പാപത്തിൻ്റെ കുഴി അതിൽ നീരണം. എന്നിട്ട് പാതകൾ നേരെയാക്കപ്പെടണം. കർത്താവിന് നടന്നു വരാൻ, കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുക്കിയെടുക്കണം. വീണ്ടും പറയാം, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും. ഈ വളഞ്ഞ വഴി പലപ്പോഴും പല ക്രൈസ്തവരുടെയും ജീവിതം വളഞ്ഞ വഴിയാണ്. ഏത് വളഞ്ഞ വഴിയിലൂടെ പലതും നേടിയെടുക്കണം, അത് നിർത്തണം. നേരെ പോകണം. നേരായ മാർഗത്തിലൂടെ ചരിക്കുന്നവന് മാത്രമേ ഈ ക്രിസ്തു അനുഭവം കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി നമ്മൾ നാട് നേടി ഓള് നടന്നിട്ട് കാര്യമില്ല. ജീവിതത്തിലെ വളഞ്ഞ വഴികൾ, വഴിവിട്ട വഴികൾ, അഹങ്കാരത്തിൻ്റെ വഴികൾ, വളഞ്ഞ വഴിയുള്ള സമ്പത്തുണ്ടാകും. നേരായ വഴിയുടെ വളഞ്ഞ വഴി സമ്പത്തുണ്ടാകും. വളഞ്ഞ വഴിയിലൂടെ പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നു. കുടുംബത്തിൽ തെറ്റായ വഴികൾ, ആരും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ, പാപകരമായ കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തുവുമായിട്ട് ആഴമുള്ള ബന്ധം, വ്യക്തിപരമായ ബന്ധം, സ്നേഹത്തിൻ്റെ ബന്ധം നാം സൂക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, അവിടെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഒരുക്കമുള്ള ഹൃദയം, ഒരുക്കമുള്ള ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു. ഒരുക്കമുള്ള ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കടന്നു വരുന്നു. ഈശോ നമ്മുടെ രാജാവായിട്ട് വരിക, പക്ഷെ ഒരുങ്ങാതെ പറ്റത്തില്ല. സ്നാപക യോഹന്നാൻ്റെ വരവിൻ്റെ തന്നെ ലക്ഷ്യം അതായിരുന്നു, ജനത്തെ ഒരുക്കുക, എല്ലാ ഒരുക്കുക, വളഞ്ഞ വഴികൾ നേരെയാക്കുക, കുന്നും മലകളും ഒക്കെ നിരത്തപ്പെട്ട് നികത്തപ്പെട്ട് എല്ലാം കർത്താവിന് ഒരുക്കപ്പെട്ട നല്ല പാതയാക്കി മാറ്റുക, ഈശോയ്ക്ക് വരാൻ പറ്റിയ പാതയാക്കി മാറ്റുക. ആണ് നമ്മുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട്, നല്ല പ്രവർത്തികൾ ചെയ്തു, വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ കർത്താവിനോട് ഒരുങ്ങണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, വരപ്രസാദ അവസ്ഥയിലെത്തണം. അതാണ് സഭ നമ്മളോട് പറയും, ഓരോ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ദൈവജനം ഒരുങ്ങണം, മനസ്സുകൊണ്ട് ഒരുങ്ങണം. കുമ്പസാരം എന്ന കൂദാശ ഒരാളെ പ്രസാദപര അവസ്ഥയിലേക്ക് ഉയർത്തുന്ന കൂദാശയാണ്. അത് ശരിക്കും ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അഭിഷേകം കിട്ടും. അതുകൊണ്ട് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണമെങ്കിൽ വലിയൊരു ഒരുക്കം ആവശ്യം. പാപവും പാപത്തിൻ്റെ മേഖലകളും മനസ്സ് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അശുദ്ധിയും മ്ലേച്ഛതയും അഹങ്കാരവും അധാർമിക പ്രവൃത്തിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാൻ പറ്റില്ല. ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈശോയെ രാജാവായിട്ട് സ്വീകരിക്കാനാവില്ല. അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. അവൻ്റെ പാത നേരെയാക്കുകയും താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരിപരുത്തവ മൃദുവാക്കപ്പെടും. പരിപരുത്ത സ്വഭാവങ്ങൾ അത് മൃദുവാക്കപ്പെടും. കോപം, വിദ്വേഷം, പക, പ്രതികാര ചിന്ത, വൈരാഗ്യങ്ങൾ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ, യുക്തിചിന്തകൾ, ഇതൊക്കെ എടുത്തിട്ട് മനസ്സ് ശാന്തമാകണം, മനസ്സ് മയമുള്ളതായി തീരണം, സൗമ്യത കൊണ്ട് നിറയണം. അപ്പോഴാ കർത്താവിന് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് പിറക്കാനായിട്ട് പറ്റുക. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക, കുടുംബത്തിലേക്ക് വരിക, ക്രിസ്തു അനുഭവം വരിക, അഭിഷേകം വരിക. അവിടെ ഒരുക്കം ഇന്ന് പലർക്കും ഒരുങ്ങത്തില്ല. ഒരുങ്ങാതെ കിടന്നിട്ട് എന്ത് ബഹളം വെച്ചിട്ടൊരു കാര്യമില്ല, സ്തുതിച്ചിട്ട് കാര്യമില്ല, ഹല്ലേലൂയ പോലും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ എളിമപ്പെട്ട് ഒരുങ്ങണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 66 വചനമുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. എളിമപ്പെട്ട് നിൽക്കുന്ന ഹൃദയം, അനുദപിച്ച് നിൽക്കുന്ന ഹൃദയം, അവിടേക്ക് ദൈവം വരും. ദൈവം വരാതിരിക്കില്ല. തമ്പുരാൻ എളിമപ്പെടുന്ന ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. നമുക്കറിയാം, പാവനെ കർത്താവിൻ്റെ പാദാന്ത്യത്തിൽ വന്നിട്ട് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ്റെ പാദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പാദങ്ങൾ കഴുകുമ്പോൾ അവളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒഴുകപ്പെടുകയാണ്. കർത്താവുള്ള പാപങ്ങൾ, നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കുക. അവൾ വിശുദ്ധിയാക്കപ്പെടുക. കാരണം അവൾ എളിമപ്പെടുന്നു. ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നത് കാണാൻ പറ്റും. പത്രോസ് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറഞ്ഞെങ്കിൽ അവൻ ഹൃദയം നൊന്ത് കരഞ്ഞുവെന്ന് ലൂക്കാസ് സുവിശേഷം പറയുന്നുണ്ട്. ആ ഹൃദയം നൊന്ത് കരയുക, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത്, തെറ്റുകളെ ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവാനുഗ്രഹങ്ങൾ കിട്ടുക, തിരിച്ചു വരാൻ കർത്താവ് അവസരം കൊടുക്കുക, കൃപ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനായിട്ട് തയ്യാറാകാം. ഈശോ ഇന്ന് ഈ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ വരാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. കുടുംബങ്ങൾ ഒരുങ്ങട്ടെ. മാതാപിതാക്കൾ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറ്റുക, കള്ളത്തരങ്ങൾ മാറ്റുക, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ, അവിശ്വസ്തത, പാപകരമായ ജീവിത ശൈലികൾ ഒക്കെ മാറ്റുക. എല്ലാ അശുദ്ധിയും എടുത്ത് മാറ്റുക. കുടുംബത്തിലുള്ള അന്ധകാരം വിട്ടുപോകട്ടെ. മദ്യപാനവും മയക്കുമരുന്നും മറ്റ് പാപങ്ങളെല്ലാം എടുത്തു കളട്ടെ. വീട് മുഴുവൻ ശുദ്ധീകരിക്കപ്പെടട്ടെ. നല്ല ഒരുക്കം സംഭവിക്കട്ടെ. നമ്മുടെ വീട്ടിലോട്ട് ഏതെങ്കിലും ഒരു അതിഥി വരുന്നുണ്ടെങ്കിൽ, വലിയൊരാളെ വരുന്നെങ്കിൽ അതിനുമ്പോൾ നമ്മൾ വലിയൊരു ഒരുക്കങ്ങൾ നടത്തും. ആളെ ബഹുമാനിക്കാൻ വേണ്ടി, ആളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങൾ നടത്തുന്നു. എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം ശരിക്കും ഒരുക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാം വീട്ടിൽ നിന്ന് എടുത്തു കളയുക. ജീവിതത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുക, ഉള്ളിൽ നിന്ന് എടുത്തു കളയുക, പാപപരമായ കൂട്ടുകെട്ടുകൾ എല്ലാം എടുത്തു കളയുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. പെന്തക്കോസ്ത് അനുഭവം
അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, കൊടുങ്കാറ്റടിക്കുന്ന വലിയൊരു ശബ്ദമോടെ ഉണ്ടാകുന്നു. അഗ്നിനാളങ്ങൾ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഓരോ അപ്പോസ്തലന്മാരുടെ മേലും വന്ന് നിറയുന്ന സംഭവം നമുക്കറിയാം. ആ സംഭവം ഉണ്ടാകുന്നതിന് പിന്നിൽ എന്താണ്? 10 ദിനങ്ങൾ അവർ ഒരുമിച്ച് കൂടി സിഹിയോൻ മാളിക മുറിയിലിരുന്ന് ഒരുങ്ങുകയാണ്, വിശുദ്ധീകരിച്ചൊരുങ്ങുക. അവർ ജീവിതത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അഭിഷേകം വരികയാണ്. ക്രൈസ്തവന് ഒരുങ്ങണം, ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങണം. ഈ ഒരുക്കങ്ങളില്ല. ഇന്ന് പല ആളുകൾ ഈ ഒരുക്കങ്ങളില്ല, എളുപ്പപ്പെടില്ല, വെറുതെ അങ്ങ് പോരുകയാണ്, വെറുതെ വരിക. ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് പോലും പ്രഭാതത്തിൽ നമ്മൾ പോകുന്നതിന് മുമ്പ് ആത്മീയമായിട്ട് ഒരുങ്ങണം. ബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തി ഒരുക്കത്തോടെ കൂടി പോകണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും, രോഗശാന്തികൾ സംഭവിക്കും, വലിയ വിടുതലുണ്ടാകും, സാത്താൻ്റെ ശക്തികൾ വിട്ടുപോകും, വ്യക്തികളിൽ നിന്ന് വിട്ടുപോകും, കുടുംബത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ ഭൂകമ്പങ്ങളുണ്ടാകും, ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകും. പക്ഷെ ഇതുണ്ടാകാത്തതിൻ്റെ കാരണം നമ്മൾ വളരെ ലാഘവബുദ്ധിയാണ്. അലസ മനോഭാവത്തോടെ ദൈവസന്നിധിയിലേക്ക് നീ വരരുത്. അലസ മനോഭാവത്തോടെ നീ പ്രാർത്ഥിക്കരുത്. നീ ഉണർവില്ലാതെ നീ പ്രാർത്ഥിക്കരുത്. വിശ്വാസക്കുറവോടുകൂടി നീ പ്രാർത്ഥിക്കരുത്. മറിച്ച് നീ വിശ്വാസത്തോടെ, തീഷ്ണതയോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇവിടെ സ്നാപയോഹന്നാൻ ദൈവം അയക്കുന്നത്. ശരിക്കും ഈശോയ്ക്ക് മുമ്പ് ദൈവമായ കർത്താവ്, പിതാവായ ദൈവം ഈ സ്നാപയോഹന്നാനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ്? ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവവിളിയത. ഈശോ വരുന്നുണ്ട്, രക്ഷകൻ വരുന്നുണ്ട്, പാപപരിഹാര ബലി നടക്കാൻ പോകുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോകുന്നു, ഉത്ഥാനം സംഭവിക്കാൻ പോകുന്നു. ഇതിനു മുമ്പ് ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി, ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവനും ഒരുക്കുക എന്നുള്ള വലിയ കർത്തവ്യവുമായിട്ട് സ്നാപയോഹന്നാൻ പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. അതായത് ഭംഗിയായിട്ട് നിറവേറ്റുന്നുണ്ട്, ജനത്തെ ഒരുക്കുന്നുണ്ട്. അവർ പറയാം, വളഞ്ഞ വഴികൾ നേരെയാക്കുക. നിങ്ങളുടെ വളഞ്ഞ മാർഗങ്ങൾ, പാപകരമായ മാർഗങ്ങൾ നിങ്ങളത് വിടണം. വിട്ടിട്ട് നിങ്ങൾ ജീവിതം ദൈവവചനാധിഷ്ഠിതമാക്കണം. ജീവിതം ദൈവവചനാധിഷ്ഠിതമാക്കണം. അപ്പോഴാണ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും, നിങ്ങളുടെ ഭവനത്തിൽ വരും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ വരും. മർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ, ലാസറിൻ്റെ ഭവനത്തിൽ കർത്താവ് കയറി ചെല്ലുന്ന കാരണം അവരെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അറിയാൻ പറ്റും. ലാസർ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ലാസറിനെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മർത്തയും മറിയും ലാസറിൻ്റെ സഹോദരിമാരാണ്. അപ്പോൾ ആ കുടുംബത്തിൽ കർത്താവ് കയറി ചെല്ലുന്ന കാരണം എന്താ? അവിടെ പറയുന്നുണ്ട്, ആ ലാസറിൻ്റെ ഒരു വിശുദ്ധമായ ജീവിതം, ലാസറിൻ്റെ ഈശോയുടെ ഭയങ്കരമായ സ്നേഹം, വിശുദ്ധമായൊരു കുടുംബം. അതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സക്കൈവൂസിൻ്റെ ഭവനത്തിലൂടെ കയറി ചെല്ലുന്നു. അതിന് കാരണമുണ്ട്, അവൻ ധനവാനായിരുന്നു, പാപിയായിരുന്നു. പക്ഷേ അതേസമയം അവൻ എളിമയുള്ളവനാണ്, കർത്താവിനെ കാണാൻ ആഗ്രഹമുള്ളവനാണ്, കർത്താവിനെ കാണാൻ ഭയങ്കര ആഗ്രഹമുള്ളവനാണ്. അതുകൊണ്ടാണ് അവൻ മരത്തിൻ്റെ മുകളിൽ കയറിയതുകൊണ്ട്, അവൻ ഈശോയെ വീക്ഷിച്ച് നിൽക്കുന്നതുകൊണ്ട്, ഈശോ കാണാൻ നോക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എളിമയുണ്ട്. അവൻ ധനവാനാണെങ്കിലും അവൻ കുറവുകളുള്ളവനാണെങ്കിലും എളിമയുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ കുടുംബത്തിലേക്ക് ദൈവം കയറി ചെല്ലുന്ന കാണാൻ പറ്റും. കർത്താവ് അവൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്ന കാണാൻ പറ്റും. അതേ പ്രിയപ്പെട്ട മക്കളെ, ഒരുങ്ങിയിരിക്കുന്ന ഭവനങ്ങൾ ഹൃദയത്തിലൊരുക്കം, ബാഹ്യമായ ഒരുക്കമല്ല. ബാഹ്യമായ ഒരുക്കം കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ദൈവം പരിശോധിക്കുന്നത് ഹൃദയം മാത്രം. മനുഷ്യൻ്റെ മനസ്സുകളെ പരിശോധിച്ചാണ് ദൈവം ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് പ്രതിഫലം കൊടുക്കുന്നത്. ഹൃദയങ്ങളെ പരിശോധിക്കുക. ആ ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ ജീവിതത്തിലേക്ക് വരും. ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കെ തന്നെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ കർത്താവ് നിന്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം വന്നിട്ട് നിന്റെ ജീവിതത്തിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സകല കെട്ടുകളായിട്ട് ഈശോ വരാൻ വേണ്ടി നീ ഒരുങ്ങുക. നിന്റെ കള്ളത്തരങ്ങൾ മാറ്റുക, നുണയുടെ സ്വഭാവം മാറ്റുക. യോഹന്നാൻ 8:44 പറയുന്ന ആ നുണയുടെ സ്വഭാവം അത് എടുത്ത് മാറ്റിക്കളയാനായിട്ട് നമ്മൾ തയ്യാറാകണം. എളിമപ്പെട്ട് പശ്ചാത്തപിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വചനമുണ്ട്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മെ അലട്ടുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമുക്കത് നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാമെന്ന് പറയുമ്പോൾ അവിടെ വെച്ച് ഹെബ്രായ ലേഖകൻ പറയാം, പാപവും ഭാരവും എടുത്തു കളയുക. ഉള്ളിൽ നിന്ന് പാപവും ഭാരവും എടുത്തു കളയുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകി വരും. ദൈവ സാന്നിധ്യം വരും, അനുഭവമായിട്ട് തരും. കർത്താവ് നമ്മുടെ ഭവനത്തിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഭവനത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം, കർത്താവിനോട്ട് കൊടുക്കാം, ഒരുങ്ങാം. നമുക്ക് ശരിക്കും ഒരുങ്ങാം, ഒരു അഭിഷേകത്തിനായിട്ട് ഒരുങ്ങാം. പെന്തക്കോസ്തായ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാർ ഒരുങ്ങിയതുപോലെ നമ്മൾ ഓരോരുത്തരും കർത്താവിന് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങാൻ തയ്യാറാകണം. ആ ഒരുക്കത്തിൻ്റെ പരിണിത ഫലമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. നമുക്കൊരു പരിശുദ്ധ അമ്മയിൽ ദൈവം പ്രസാദിക്കാനും, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് നിറയാനും, പരിശുദ്ധ അമ്മയിലൂടെ ദൈവപുത്രനായ ഈശോ മിശിഹാ ജനിക്കാനൊക്കെ കാരണം അമ്മയുടെ വിശുദ്ധമായ ജീവിതം, ഒരുങ്ങിയിരുന്നൊരു സ്ത്രീയാണ്, ഒരുങ്ങിയിരുന്നൊരു കുഞ്ഞ്. അപ്പോൾ അതിൻ്റെ ഫലമാണ്. അപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരും, ഉറപ്പാണ്. വിശുദ്ധീകരിക്കപ്പെട്ട് കാത്തിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകും.
ഇവിടെ ഏതെങ്കിലും മകൻ്റെ മേലോ മകളുടെ മേലോ അഭിഷേകം വരുന്നില്ലെങ്കിൽ അവർ ഒരുങ്ങിയിട്ടില്ല, അവർ തയ്യാറല്ല, അവർ അലസ മനോഭാവം. ദൈവം ഒരുക്കട്ടെ, ദൈവം നന്നാക്കട്ടെ, ദൈവം ഇടപെടട്ടെ, എനിക്കൊന്നും ചെയ്യാനില്ല, എല്ലാം ദൈവമാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ അഹങ്കാരത്തിൻ്റെ അഹന്തയുടെ ഭാവത്തോടു കൂടി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സ്വന്തമാക്കാനോ അനുഭവിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ പരിപൂർണമായിട്ടും നവീകരിക്കാനായിട്ട് തീരുമാനമെടുക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ കേട്ട് ആ ജനം മുഴുവനും അനുദപിക്കുന്ന കാണാൻ പറ്റും. അവർ പാപമോചനത്തിൻ്റെ മാമോദിസ സ്വീകരിക്കുന്ന കാണാൻ പറ്റും. മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്ന കാണാൻ പറ്റും. എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾ സ്നാപകനെ ചുറ്റും ഞങ്ങൾ എന്ത് ചെയ്യണം ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം സ്നാപകനെ ഉത്തരം കൊടുക്കുന്നു. അതനുസരിച്ച് ഒരു നീങ്ങുന്ന കാണാൻ പറ്റും, ഒരു ജനത ഒരുങ്ങുന്ന കാണാൻ പറ്റും. അതിനുശേഷമാണ് ഈശോയുടെ വരവ് വരുന്നത്. ഈശോ വരുന്നത്, ഈശോ സ്ഥലത്തേക്ക്, ഈശോയും ആ ജോർദാനിലേക്ക് വരുന്നുണ്ട്. ഒരുക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് കർത്താവ് വരുന്നത്. ഒരുങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവസാനം ഈശോ അങ്ങ് വരിക. അതേ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരുങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുക്കങ്ങളുണ്ടാകട്ടെ, ക്ഷമയും സ്നേഹവും ഐക്യവും പ്രാർത്ഥന ഉണ്ടാകട്ടെ. കള്ളത്തരവും വഞ്ചനയൊക്കെ വിട്ട് ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്ന കുടുംബങ്ങളായി തീരട്ടെ. അങ്ങനെ മാനസാന്തരപ്പെട്ടു നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളും, കർത്താവ് ഹൃദയത്തിലേക്ക് എഴുന്നള്ളും, കർത്താവ് കുടുംബത്തിലേക്ക് എഴുന്നള്ളും. യുവാവെ നിൻ്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളും, യുവതി നിൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് എഴുന്നള്ളും. മാതാപിതാക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് എഴുന്നള്ളി വരും. കുഞ്ഞുമക്കളുടെ ഹൃദയത്തിലൊക്കെ എഴുന്നള്ളി വരും. അവിടെ കർത്താവ് വന്നു കഴിയുമ്പോൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈശോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈശോ നമ്മളെ സഹായിക്കും, ഈശോ നമ്മെ രക്ഷിക്കും, ഈശോ നമ്മെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും. അതുകൊണ്ട് നീ ഈ സമയത്ത് വിശ്വാസത്തോടെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നിൻ്റെ ഹൃദയം ഒരുക്കുക, പ്രാർത്ഥിച്ചൊരുങ്ങുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം ഇന്നത്തെ ഈ ആരാധന സമയത്ത് നമ്മുടെ കുടുംബത്തെ സംഭവിക്കാൻ വേണ്ടി ഒരുങ്ങാം. വളരെ വേഗത്തിൽ നല്ല ഒരുക്കം, നല്ല കുമ്പസാരങ്ങൾ, നല്ല പ്രാർത്ഥനകൾ നന്നായിട്ട് നടത്തിക്കൊണ്ട് നമ്മെ തന്നെ കർത്താവിന് അടിയറ വെക്കാം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകും. അത്ഭുതങ്ങൾ സംഭവിക്കും. നമുക്ക് ഒരുങ്ങാം. എല്ലാ പാപവും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് സഭയോട് ചേർന്ന് നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ശക്തമായ പ്രവർത്തനം സംഭവിക്കട്ടെ. നമുക്ക് അനുദപിക്കാം. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിക്കുന്നവന് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യം കിട്ടും. പശ്ചാത്തപിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുന്നള്ളി വരും. എളിമപ്പെടുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ഒഴുകപ്പെടുകയും ചെയ്യും. ആമേൻ. വിട്ടുതലും അഭിഷേകവും വാസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. അനുഗ്രഹം തരണം കർത്താവേ. ഈശോയേ, അഭിഷേകം വണങ്ങുന്നു ഞാൻ പ്രിയനേ. അഭിഷേകം വ്യാപിക്കട്ടെ എല്ലാ മക്കളിലേക്കും. തേജസ്സെഴും എന്റെ ദൈവമേ, നിൻമുഖമേ ഹല്ലേലൂയ. ഹൃദയത്തിനാനന്ദമേ, കരുണ വർഷിക്കണം കർത്താവേ. സാത്താന്റെ കട്ടടിയട്ടെ. വണങ്ങുന്നു ഞാൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നുണ്ട്. നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. കർത്താവേ, നമ്മെ ആസ്വദിക്കുന്നു. മനസ്സുറന്ന് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു. കർത്താവേ ആസ്വദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമയത്ത് ഈ ഭവനങ്ങളിലുള്ള രോഗികളെ അങ്ങ് ഏറ്റെടുക്കണമേ. രോഗബന്ധനങ്ങൾ കഴിയുന്ന ഓരോ മകനെ മകളെ തൊടണം കർത്താവേ. ഈശോയെ, രോഗത്തിന്റെ കട്ടടിക്കണമേ. മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ എടുത്തു മാറ്റണം കർത്താവേ. ഈശോയെ, ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾ, ഈശോയെ രോഗം മൂലം വേദനിക്കുന്ന മക്കൾ, ഈശോയെ എനിക്ക് ആരുമില്ലെന്ന് പറയുന്ന മക്കൾ, ഒരുപാട് അവഗണിക്കപ്പെട്ട മക്കൾ, തിരസ്കരിക്കപ്പെട്ട മക്കൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മക്കൾ, അവരെല്ലാം കർത്താവ് ഇപ്പോൾ നീ ഏറ്റെടുക്കണം കർത്താവേ. അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം, രോഗശാന്തിയുടെ കരം ഇപ്പോൾ ആ മക്കളിലേക്ക് തുടരണം കർത്താവേ. അങ്ങയുടെ കരുത്താൽ ആ മക്കൾ സുഖം പ്രാപിക്കട്ടെ. മാരക രോഗങ്ങളോട് കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ മാറിപ്പോകട്ടെ, യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ. ഈശോയെ, അഹങ്കാരം, അഹന്ത, ഞാനെന്ന ഭാവം, ധനാസക്തി ഇവയ്ക്ക് അടിമപ്പെട്ട മക്കൾക്ക് വിടുതൽ നൽകണം കർത്താവേ. യേശുവിന്റെ നാമത്തെ അത്തരം തിന്മയുടെ ശ്രദ്ധകളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എല്ലാ മക്കളെയും വിട്ടുപോകട്ടെ, എല്ലാ മക്കളെയും വിട്ടുപോകട്ടെ കർത്താവേ. ഇങ്ങയുടെ ആണിപ്പഴുള്ള കൈകൾ നീട്ടി തൊട്ട് അനുഗ്രഹിക്കണം കർത്താവേ. പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഇത്തരം ബന്ധനങ്ങൾ കഴിയുന്ന എല്ലാ കുടുംബങ്ങൾക്കും വിടുതൽ കിട്ടട്ടെ കർത്താവേ. അങ്ങയുടെ കരത്താൽ, അങ്ങയുടെ അത്ഭുത കരത്താൽ ഈ മക്കൾക്ക് വിടുതൽ നൽകണമേ, അഭിഷേകം നൽകണമേ. ഈശോ,
യേശുപരാ ദൈവമേ വണങ്ങുന്നു ഞാൻ പ്രിയനേ. അനുഗ്രഹം വ്യാപിക്കട്ടെ. തേജസ്സെഴും ഹല്ലേലൂയ. നിൻമുഖമേ ദൈവമേ ഹൃദയത്തിനാനന്ദമേ. കർത്താവേ കരുണ കാണിക്കണം. ഈ സമയത്ത് എല്ലാം മക്കളെ ആസ്വദിക്കണം കർത്താവേ, അനുഗ്രഹിക്കണം കർത്താവേ, വിട്ടുതൽ നൽകണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, വിശുദ്ധി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, കൃപ നിറയട്ടെ. അരൂപി എല്ലാ മക്കളും നിറയട്ടെ, കൃപ നിറയട്ടെ, പരിശുദ്ധമോ നിറയട്ടെ. ഈ സമയത്ത് കർത്താവിന്റെ ആണിപ്പുള്ള കരങ്ങൾ എല്ലാ മക്കളും സ്പർശിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സർവശക്തനെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ ആരാധന, ആരാധന,